ഇനി നമുക്ക് ബോളിയുടെ റെസിപ്പി നോക്കാം. ഒരു കപ്പ് കടലപ്പരിപ്പ് കഴുകി വൃത്തിയാക്കി ഒരു പിഞ്ചുപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാൻ പാടില്ലേ. ഇനി വെന്ത് വന്നതിന് ശേഷം ഇതുപോലെ ഒരു സ്ട്രെയിനറിൽ ഇട്ടിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞങ്ങ് വരും. ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുക. ഇനി പാകത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഇടുമ്പം ശ്രദ്ധിക്കണം, കൂടുതലായി പോകരുത്. കുറുകി വരുന്ന സമയത്ത് ഇതിലോട്ട് ഏലക്ക പൊടിച്ചതും ജാതിക്ക പൊടിച്ചതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പാകാകുമ്പോൾ ഓഫാക്കട്ടോ. അത് ചൂടാറുമ്പോൾ ഒന്നുകൂടെ ഡ്രൈ ആവും. ഇനി ഒരു കപ്പ് മൈദപ്പൊടി, ഇച്ചിരി ഉപ്പ്, മഞ്ഞൾപ്പൊടി, പഞ്ചസാര ഒരു ടീസ്പൂൺ ഇട്ടോ. എന്നിട്ട് വെള്ളം ഒഴിച്ചത് ഈ ഒരു രൂപത്തിൽ കുഴച്ചെടുക്കുക, ഇച്ചിരി സ്റ്റിക്കായിട്ട്. എന്നിട്ട് അതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് ഒന്ന് ഉരുട്ടി വെക്കുക. എന്നിട്ട് നമ്മൾ ഈ മൈദമാവ് ഇതുപോലെ കൈവച്ച് പരത്തുക. എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് അധികം വരുന്നത് മാറ്റാൻ നമ്മൾ പരത്തിയെടുക്കുക. ഇച്ചിരി അരിപ്പൊടി തൂക്കിയിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഇനി ഒരു പാന് ചൂടാകുമ്പോൾ അതിലോട്ടിട്ടിട്ട് തിരിച്ചും മറിച്ചു വിടുക. ഓരോ സൈഡും നെയ്യ് തടവിയിട്ട് വേണം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ബോളി റെഡി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.